ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ്. പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ജിലേബിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നാരങ്ങ നീര് ചേർക്കുമ്പോൾ ചെറിയൊരു പുളിയും ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പഞ്ചസാര കട്ട പിടിച്ച് പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് ഒരു നൂൽ പരുവമാവുന്നത് വരെ നമുക്കിതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ട് കയ്യിൽ ഒട്ടുന്നൊരു പരുവമാവുന്നത് വരെ നമുക്കിതിനൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കളറിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് ജിലേബിയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് യോഗട്ട് അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ളൊരു ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് 1/2 കപ്പിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവേണ്ടത്. തീരെ കനം കുറഞ്ഞ് പോകാൻ പാടില്ല. ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവമാണ് ഇതിന് വേണ്ടത്. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. 2-3 മിനിറ്റ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്, എന്നാൽ ഒരുപാട് തിക്കും അല്ല. ഇതുപോലെ ഒഴുകുന്ന ഒരു പരുവമാണ് വേണ്ടത്. നമുക്കിനി ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 നുള്ളേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ ഈ ചേർത്ത് കൊടുത്ത കളർ സോൾട്ടഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ വേറെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്കോ അല്ലെങ്കിൽ ഒരു സോസ് ബോട്ടിലേക്കോ മാറ്റാം. പൈപ്പിംഗ് ബാഗിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി സോസ് ബോട്ടിൽ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ ബാറ്റർ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിനി ജിലേബി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈഡായിട്ടുള്ള പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏകദേശം 1 ഇഞ്ച് കനത്തിൽ ഓയിൽ മതിയാകും. എന്നിട്ട് എണ്ണയോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കണം. പുറത്തുനിന്ന് ചുറ്റി തുടങ്ങി ഉള്ളിലേക്കാണ് ഇത് സ്ക്വീസ് ചെയ്തെടുക്കേണ്ടത്. ആദ്യമൊക്കെ പല ഷേപ്പിലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അത് ശരിയായിക്കോളും. ജിലേബിയുടെ ബാറ്റർ ഒരുപാട് കട്ടി കുറഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണയിൽ ഇങ്ങനെ സ്പ്രെഡായി പോകും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് മൈദ കൂടി അതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതുപോലെ ബാറ്റർ ഒരുപാട് തിക്കായി പോവുകയും ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് ഹൈ ഹീറ്റിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെന്ത് വരില്ല, പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. ഒരു ലോ ടു മീഡിയം ഹീറ്റിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒത്തിരി ക്രിസ്പി ആവുന്നവരെ വെയിറ്റും ചെയ്യരുത്. ഇനി ഈ ഫ്രൈ ചെയ്തെടുത്ത ഓരോ ജിലേബിയും നമുക്ക് ചൂടുള്ള ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കാം. അപ്പോൾ കുറച്ച് സമയം, ഒരു 3-4 മിനിറ്റ് ഇതിനെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഷുഗർ സിറപ്പിന് ചൂടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അടുത്ത ബാച്ച് ജിലേബി ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കിതിനെ ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് അതിനെ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബിയാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.